2 പൊട്ടറ്റോ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് അവിൽ അത് നമുക്ക് പൊടിച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പച്ചമുളകും അരിഞ്ഞത്. പൊട്ടറ്റോ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായി വേവിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിലും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് അവിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, മല്ലിയില, പച്ചമുളകും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. 4 തുള്ളി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കുഴയ്ക്കുമ്പോൾ നനവ് പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്താലേ അത് നന്നായി ടേസ്റ്റായിട്ട് വരുള്ളൂ. ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് നല്ല ഷേപ്പിലിങ്ങനെ എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം.